ഹായ് എവരി വൺ, ശിവദൻ ടാരോട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പം നടക്കുന്നതും ഇനി വരാൻ പോകുന്നതുമായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും റെസിനേറ്റ് ആവുന്നവർ എടുക്കുക, അല്ലാത്തവർ വിട്ടേക്കുക. സ്ത്രീ ആയാലും പുരുഷനായാലും അവരുടെ പേഴ്സണെ മനസ്സിൽ വിചാരിച്ചിട്ട് കൊണ്ട് വേണം റീഡിങ് കാണാൻ, എന്നാലേ മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ സ്ത്രീകൾക്കുള്ള പുരുഷന്മാർക്കുള്ളതാണെന്നുള്ള അങ്ങനത്തെ ഒരു തോട്ട്സൊന്നും വേണ്ടത്, എല്ലാവർക്കും ഉള്ള റീഡിങ്ങാണ്. ബോട്ടം വന്നിട്ടുള്ളത് ഒരു കിങ് ഓഫ് സോഡ്സിൻ്റെ എനർജി. കിങ് ഓഫ് സോഡ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആരോട് എന്ത് പറയുന്നുണ്ടെങ്കിലും ഒരു സ്ട്രേറ്റ് ഫോർവേഡായിട്ട് പറയുക. ആർക്കെങ്കിലും എന്തെങ്കിലും തോന്നുമെന്ന് വിചാരിച്ചിട്ട് ഒന്നും മനസ്സിലുള്ള കാര്യങ്ങൾ പറയാതിരിക്കുക. നിങ്ങൾ ആക്ഷൻ എടുക്കാൻ തയ്യാറാവാനാണ് പറയുന്നത്. മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിയിട്ടുള്ളതായിട്ടാണ് കാണുന്നത്. ഒരു 3 ഓഫ് വാണ്ട്സിൻ്റെ എനർജിയാണ് വന്നിട്ടുള്ളത്. ഇത് എങ്ങോട്ടോ ഒരു യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ ഒരു സന്തോഷത്തിന് വേണ്ടി മാനസികമായുള്ള വിഷമം മാറ്റാൻ വേണ്ടി മനസ്സന്തോഷത്തിന് വേണ്ടി എങ്ങോട്ടോ ആകാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ദൂര സ്ഥലത്തുള്ളവർ നാട്ടിലേക്ക് ആകാനും സാധ്യതയുണ്ട്. അത് നിങ്ങളിൽ ആരോ ഒരാൾ ട്രാവൽ ചെയ്യുന്നു എന്ന് കാണുന്നുണ്ട്. ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല എന്നാണ് കാണുന്നത്. ചിലപ്പോൾ നിങ്ങളെ ഒറ്റയ്ക്കാക്കി പോയത് കൊണ്ടുള്ള വിഷമം ആവാനും സാധ്യതയുണ്ട്. ഒരു യാത്രയാണ് കാണുന്നത്. ഏത് രീതിയിലായാലും നിങ്ങൾ എവിടേക്കോ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു കിങ് ഓഫ് വാണ്ട്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഇതിൽ കാണിക്കുന്നത് ഒരു ഈഗോ ഉള്ള വ്യക്തിയായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവർ വിചാരിക്കുന്നുണ്ട് ഇവർ പറയുന്നതാണ് ശരി, ഇവർ ചെയ്യുന്നതാണ് ശരി, മറ്റുള്ളവർ പറയുന്നതൊന്നും അത്ര കാര്യമാക്കി എടുക്കുന്നില്ല ഇയാൾ ചിന്തിക്കുന്നത് ഞാനൊന്ന് താഴ്ന്നു കൊടുത്താൽ അയാൾ അഭിമാനം പോകുമോ, എന്തെങ്കിലും ഒരു കാര്യം കൊണ്ട് ഇങ്ങോട്ട് വരികയാണെങ്കിൽ നിങ്ങളുമായിട്ട് ഒന്നിക്കാമെന്നൊക്കെയുള്ള ചിന്തയാണ് ഇയാൾക്കുള്ളത്. നിങ്ങൾ അവരുടെ അടുത്തേക്ക് ചെല്ലുകയാണെങ്കിൽ അവരുടെ കാര്യം എളുപ്പത്തിൽ നടക്കുമെന്നൊക്കെ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു 2 ഓഫ് കപ്പിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഇത് നിങ്ങളൊരു സോൾമേറ്റ് കണക്ഷൻ തന്നെയാണെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ പാസ്റ്റിൽ നിങ്ങൾ ആദ്യം ബ്രേക്കപ്പായ ആളുകൾ ചിലപ്പോൾ നിങ്ങളിലേക്ക് വരുന്നുണ്ടാകും. ഒരു അൺകണ്ടീഷണൽ ലവ് ആണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളിലേക്ക് ഒരു ഓഫറുമായിട്ട് വരുന്നതാണ് കാണുന്നത്. ചിലപ്പോൾ ബിസിനസ്സൊക്കെ ഉള്ള ആളുകൾക്കാണെങ്കിൽ പുതിയൊരു ബിസിനസ്സിൽ പാർട്ട്ണർഷിപ്പ് വരുന്നതാകാനോ സാധ്യതയുണ്ട്. ഏത് രീതിയിലായാലും 2 പേർ തമ്മിൽ ഒരു ലവ് ആയാലും ഒന്നിക്കുന്നതായിട്ടാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഒരു 4 ഓഫ് കപ്പിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഈ പേഴ്സൺ ഇപ്പോൾ നന്നായി റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളെ മനസ്സ് വിഷമിപ്പിച്ചതിനും നിങ്ങളോട് അവഗണനയോടെ പെരുമാറിയതിനും അല്ലെങ്കിൽ നിങ്ങളോട് എന്തോ ചെയ്തിട്ടുള്ള കാര്യത്തിന് അവർ നന്നായി വിഷമിക്കുന്നുണ്ട്. നല്ലൊരു റിലേഷൻഷിപ്പ് ഇങ്ങനെയാകാൻ കാരണം ഇയാളെ കയ്യിലിരിപ്പ് കൊണ്ടാണെന്ന് ഇവർക്കിപ്പോൾ നന്നായിട്ട് ബോധ്യമാകുന്നുണ്ട്. ഒരു 6 ഓഫ് കപ്പിൻ്റെ എനർജി വന്നിട്ടുണ്ട്. വേറെ വെച്ചാൽ ഇത് ഒരു നൊസ്റ്റാൾജിയാണ്. നിങ്ങൾ പാസ്റ്റിലെ കാര്യം മാത്രം ഓർത്ത് ജീവിക്കുന്നു കാണുന്നുണ്ട്. നിങ്ങളിപ്പോൾ ജീവിക്കുന്ന സാഹചര്യത്തിൽ നിന്നും പാസ്റ്റിൽ ജീവിച്ച വീട്ടിലേക്കോ അല്ലെങ്കിൽ താമസിച്ച സ്ഥലത്തേക്കോ ഒക്കെ പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം താമസിച്ചാലും സെറ്റിലാവാനും അവിടെയുള്ള ആളുകളെ കാണാനും ഒക്കെ ആഗ്രഹമുണ്ട്. സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് കാണുന്നുണ്ട്. നിങ്ങൾ
നിങ്ങളുടെ പാസ്റ്റിൽ നിന്ന് നിങ്ങളെ വിട്ടിട്ട് പോയ ആരോ ഒരാൾ നിങ്ങളിലേക്ക് വരുന്നതായും കാണുന്നുണ്ട്. ചില ആൾക്കാർ ആ വ്യക്തി നിങ്ങൾ മറ്റു ചിലർക്ക് തിരിച്ചു വന്നു എന്ന് കാണുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു കോളോ മെസ്സേജോ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആര് ഇതൊക്കെ വരുന്നതായും കാണുന്നുണ്ട്. ഒരു പാസ്റ്റിൽ താമസിച്ച സ്ഥലത്തേക്ക് പോകുന്നതായും പഴയ ആളുകളെയും അവിടെ ആരെ സ്നേഹത്തിലുള്ള ആളുകളെയൊക്കെ ആയിട്ട് കാണുന്നതും സംസാരിക്കുന്നതൊക്കെ ആയിട്ടാണ് മനസ്സിലാകുന്നത്. ഒരു 5 സോഡ് അലർജി വന്നിട്ടുണ്ട്. ഇത് ഒരു വിവാഹം കഴിഞ്ഞ ആൾക്കാരൊക്കെ കാണുന്നത്, അല്ലെങ്കിൽ വിവാഹം കഴിച്ചതുപോലെ അത്രയും ഡെപ്തുള്ള ഒരു ബന്ധം ഉള്ള ആളുകളൊക്കെ കാണുന്നുണ്ട്. അത്രയ്ക്ക് സന്തോഷമായിരുന്നു നിങ്ങൾ ആദ്യം, പക്ഷേ ഇപ്പോൾ പുറകിൽ നിന്നൊരു കുത്ത് കിട്ടിയവർ ഒരു ചീറ്റിംഗ് നടന്നിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു ചീറ്റിംഗ് നിങ്ങളെ ചതിച്ചിട്ട് പോയ ഒരു അവസ്ഥയിൽ ആണ് ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ അവർ ചിന്തിക്കുന്നത് നിങ്ങളുടെ അടുത്തേക്ക് വരണമോ വേണ്ടേ എന്നൊക്കെ ചിന്തിക്കുക. അടുത്തേക്ക് വന്നാൽ നിങ്ങളുമായി വഴക്കിട്ട കാര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ ഇനി ഓർമ്മ വന്ന് വീണ്ടും അടിയും പിടിയും ബഹളമൊക്കെ ഉണ്ടാവും എന്നൊക്കെ ഉള്ള ഒരു ചിന്തയാണ് അവർക്കിപ്പോൾ ഉള്ളത്. ഒരു 6 ഓഫ് പെൻറ്റിക്കിൾഡ് എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷനിൽ നിങ്ങൾ ഒരു ബാലൻസ് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഓവർ ഗിവിങ് ആണെങ്കിൽ അതിന് കുറച്ച് കൺട്രോൾ കൊണ്ടുവരണം. അല്ലെങ്കിൽ നിങ്ങൾ ചിലവാക്കുന്ന കാര്യങ്ങൾക്ക് പോലും നിങ്ങൾ ചിലവാക്കുന്നുണ്ടാകില്ല, ചിലപ്പോൾ ഒരുപാട് ചിലവാക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും പ്രശ്നം നേരിച്ച് പേടിച്ചിട്ട് തീരെ ചിലവാക്കാത്ത ആളുകളും കാണാൻ. ഈ ഫീലിങ്സിൻ്റെ കാര്യത്തിലാണെങ്കിൽ തന്നെ നിങ്ങൾ ഓവറായി കൊടുക്കുന്ന ആളായിരിക്കും, അല്ലെങ്കിൽ തീരെ ഒരു ഫീലിങ്സും ഇല്ലാത്ത ആളാവാൻ സാധിക്കും. എല്ലാത്തിനും ഒരു ബാലൻസ് കൊണ്ടുവരണം. അപ്പോൾ ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ആണ് ഇവിടെ വേണ്ടത്. എല്ലാത്തിനും ഒരു ബാലൻസ് വേണമെന്നാണ് നിങ്ങളോട് പറയുന്നത്. ഒരു ക്യൂൻ ഓഫ് പെൻറ്റിക്കിൾഡ് എനർജി വന്നിട്ടുണ്ട്. നിങ്ങളിപ്പോൾ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കാൻ തുടങ്ങിയെന്നാണ് കാണുന്നത്. നിങ്ങളുടെ എനർജിയിലേക്ക് നിങ്ങൾ വന്നു. ഒരു കാര്യവും നിങ്ങളിപ്പം ആദ്യത്തെ മാതിരി അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഒരു കാര്യം ആർക്കും ഒന്നും ചെയ്തു കൊടുക്കുന്നില്ല. ഞാൻ എൻ്റെ സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിൽക്കുന്നുള്ള ഒരു ചിന്തയിലാണ് നിങ്ങളിപ്പോൾ ഉള്ളത്. ചിലപ്പോൾ നിങ്ങൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുണ്ടാവും, അത് അവർ മനസ്സിലാക്കുന്നുണ്ടാവും. നിങ്ങൾക്കിപ്പോൾ പണത്തിൻ്റെ ആവശ്യമില്ല എന്നൊക്കെ അവർക്ക് മനസ്സിലാകുന്നുണ്ട്. അക്കാര്യത്തിൽ അവർക്കിപ്പോൾ സന്തോഷമാണ് ഉള്ളതെന്നാണ് കാണുന്നത്. ഒരു ഫൂൾ കാർഡ് വന്നിട്ടുണ്ട്. ഫൂൾ കാർഡ് എന്ന് പറയുന്നത് പുതിയ തുടക്കത്തെയാണ് കാണിക്കുന്നത്. ഇപ്പോഴത്തെ സിറ്റുവേഷൻ വിട്ട് കളയാനും ഒരു പുതിയ കാര്യം തുടങ്ങുവാനും ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. ഇവരെന്തോ മനസ്സിൽ വിചാരിച്ച കാര്യം അത് നടക്കുന്നു എന്ന് കാണുന്നുണ്ട്. ഒരു പുതിയ തീരുമാനം എടുക്കുന്നതായിട്ടും കാണുന്നുണ്ട്. ഒരു വീൽ ഫോർ ഫോർച്യൂൺ ആണ്. ഇത് നല്ല സമയത്തെയാണ് കാണിക്കുന്നത്. കാലം അവർക്ക് അനുകൂലമാക്കി കൊടുത്താൽ നിങ്ങൾക്ക് സമയം അനുകൂലമായതുകൊണ്ട് തടസ്സങ്ങളൊക്കെ മാറുന്നതായിട്ടാണ് കാണുന്നത്. ഇപ്പം നല്ല സമയമാണ്. നിങ്ങൾ ജസ്റ്റിസ് ഡിസേർവ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് അത്രയധികം വിശ്വാസമായിരുന്നു ആ വ്യക്തിയോട്. ഈ വ്യക്തി എന്തെങ്കിലും നിങ്ങൾ സ്നേഹം മനസ്സിലാക്കി നിങ്ങളിലേക്ക് തിരിച്ചു വരും എന്ന് നിങ്ങൾ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. അത് അനുകൂലമാകാനാണ് സാധ്യത പലർക്കും. ഒരു ടവർ കാർഡ് വന്നിട്ടുണ്ട്. ഇത് നിങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഇത്രയും വലിയൊരു ആഘാതം വന്നത്. നിങ്ങൾ ഒന്ന് ട്രാൻസ്ഫോർമേഷൻ ആകാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഇത്രയും വലിയൊരു അടി കിട്ടിയത് ഈ വ്യക്തിയുടെ നിന്ന്. നിങ്ങളുടെ പർപ്പസ് എന്ന് പറയുന്നത് ഈ വ്യക്തിയുടെ കൂടെ ജീവിക്കുക എന്നുള്ളതല്ല, വേറെ എന്തോ ഒരു കാര്യം നിറവേറ്റാൻ വേണ്ടിയാണ് നിങ്ങൾ ഈ ഭൂമിയിൽ വന്നിട്ടുള്ളത്. ആ വ്യക്തി നേടിയ കാര്യങ്ങളൊന്നും ഇപ്പം അവരെ കയ്യിലില്ല എന്നാണ് പറയുന്നത്. അവർക്ക് നിങ്ങളെ കാണുമ്പോൾ ഒരു പണമില്ലാത്ത പോലെ, അവർക്ക് ഒരു കൂടെ കൊണ്ടു നടക്കാൻ പറ്റാത്ത ആളെ പോലെ തോന്നി. അങ്ങനെയൊക്കെ തോന്നിയത് കൊണ്ടാണ് അവർ നിങ്ങളുമായിട്ട് ഈ അടിയും ബഹളവും കച്ചറയും ഒക്കെ ഉണ്ടാക്കിയിട്ട് നിങ്ങളെ ഉപേക്ഷിച്ച് പോയത്. നിങ്ങൾ നല്ലൊരു ഹാർട്ട് ബ്രേക്കൻ തന്നിട്ടാണ് അവർ പോയത്. ഒരു സൺ കാർഡും വന്നിട്ടുണ്ട്. അവർക്ക് ഒരു പ്രതീക്ഷയുണ്ടെന്നാണ് കാണിക്കുന്നത്. നിങ്ങളുമായി ഒരു പുതിയ തുടക്കം ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നുണ്ട്. മിസ്റ്റേക്കൊക്കെ മാറ്റാൻ പറ്റും, അവരുടെ തെറ്റുകളൊക്കെ തിരുത്താൻ പറ്റും എന്നൊക്കെ അതിനൊരു ചാൻസ് അവർ
ആഗ്രഹിക്കുന്നുണ്ട്. ശരിക്കും അവർക്കൊരു പുതിയ പ്രതീക്ഷ വരുന്നതായിട്ടാണ് കാണുന്നത്. അവർക്ക് ജീവിതത്തിൽ ഒരു സന്തോഷവും സമാധാനവും കിട്ടണമെങ്കിൽ, അവരുടെ ജീവിതത്തിൽ ഒരു വെളിച്ചം ഉണ്ടാവണമെങ്കിൽ അവരുടെ കൂടെ നിങ്ങൾ ഉണ്ടാവണമെന്നാണ് അവരിപ്പോൾ ആഗ്രഹിക്കുന്നത്. ഇതൊരു ജനറൽ റീഡിങ്ങും ഒരു ടൈംലെസ് റീഡിങ്ങുമാണ്. നിങ്ങളെപ്പോൾ കാണുന്നുവോ അപ്പോൾ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്നതായിരിക്കും. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. താങ്ക് യു.